വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു കറിയാണ്. ചെമ്മീൻ, ചെറിയ ഉള്ളി, പെരട്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1/2 കിലോ ചെമ്മീൻ ഞാൻ തലയും തൊലിയെല്ലാം കളഞ്ഞ് നീറ്റാക്കി വെച്ചേക്കുന്നതാണ്. ആ ചെമ്മീൻ്റെ പുറത്തുള്ള ആ നാരുണ്ടല്ലോ, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതെടുത്ത് കളയണം കേട്ടോ. അത് ഇരുന്നാൽ വയറ്റിനൊക്കെ സുഖമില്ലാതെ വരും ചിലർക്ക്. അപ്പം അത് കറക്റ്റായിട്ട് അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് കുറേ പ്രാവശ്യം കഴുകി വെച്ചേക്കുന്ന ചെമ്മീനാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, ഒരു 10-25 ചുവന്നുള്ളി കാണും. ചുവന്നുള്ളിയാണ് ഇതിൻ്റെ ശരിക്കുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ എടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു ഇരട്ട് വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ടൊമാറ്റോ. പിന്നെ പൊടികൾ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. പിന്നെ വേണ്ടത് നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാൻ ഒന്നാം പാലാണ്. അത് കുറച്ച് കുറുകിയ അങ്ങനത്തെ ഒരു പാലാണ് വേണ്ടത്. ആദ്യം ഇതും അരിഞ്ഞെടുക്കാവേ. ഈ ചുവന്നുള്ളി ഏത് കറിക്കകത്ത് ചേർത്താലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ബീഫൊക്കെ കറി വെച്ചാലും ചുവന്നുള്ളി ഇട്ട് വെച്ചാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് വരും. ഇപ്പൊ എൻ്റെ ചാനലിനകത്ത് പല ടൈപ്പ് ചെമ്മീൻ്റെ വിഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഒഴിച്ചു കൂട്ടാനുള്ള കറിയാണേലും അല്ലാതെ ഇതുപോലെ പല ടൈപ്പ് റോസ്റ്റും അങ്ങനെയുള്ള ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതെല്ലാം കൂടെ ഒന്ന് കാണണേ. വെറൈറ്റി ആയിട്ട് മാറി മാറി നമുക്ക് ഓരോ ഡിഷ് ചെയ്യുവാണെങ്കിൽ കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും. ചേരുവകൾ മാറി മാറി വരുമ്പോൾ നമുക്ക് അതിൻ്റെ രുചിയിലും വ്യത്യാസം വരുവേ. ഇനി ഇത് അരിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ. നമ്മളിവിടെ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ച്, ടൊമാറ്റോ കുറച്ച് കഴിഞ്ഞ് അരിഞ്ഞാൽ മതി. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം അരിഞ്ഞാൽ മതി. ഞാൻ 2 പച്ചമുളക് എടുത്തുള്ളായിരുന്നു, പക്ഷെ അരിഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നി അത്ര അങ്ങോട്ട് എരിവില്ലാത്ത പച്ചമുളകാന്ന് തോന്നി, ഒരെണ്ണം. അപ്പം ഞാൻ ഒരു പച്ചമുളകും കൂടെ എടുത്തേ. അത്യാവശ്യം ഇച്ചിരി ഒരു എരിവൊക്കെ വേണം ഇതിന്, എന്നാലേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ വഴറ്റിയിട്ട് റെഡിയാക്കാം. നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ വേണം, വെളിച്ചെണ്ണ വേണം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്ത് ഒരു 8 ഉലുവ ഇടണേ. കുറച്ച് ഉലുവ, വളരെ കുറച്ച് ഉലുവ. പിന്നെ കുറച്ച് കടുക്. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണേ. അതൊരു 1 മിനിറ്റ് ഒന്ന് ആ എണ്ണയിൽ കിടന്ന് അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് ആ എണ്ണയിലോട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങണേ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാൻ. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണം. ഈ ചെറിയ ഉള്ളി നല്ല പോലെ ഒന്ന് ഒരു ലൈറ്റ് ഒരു ബ്രൗൺ ആവണേ. നന്നായിട്ട് വാടിയിട്ട് ഇത് 2-3 മിനിറ്റ് വഴറ്റിയിട്ട് ബാക്കി കാണിക്കും. ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണേ. ഒരു സ്വല്പം ചില്ലി പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അല്ലല്ലേ ഒട്ടും എരിവ് കാണത്തില്ല. കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇടുമ്പോഴേ സ്വല്പം ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. ചില്ലി പൗഡർ ഞാനൊരു 1/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതേ കിടന്നൊന്ന് റോസ്റ്റ് ആകണം ഒരു 2 മിനിറ്റ്. അതിനുശേഷം ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് വഴറ്റണേ. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലേ. ഇതൊന്ന് വഴന്ന് വന്നിട്ട് ഞാൻ ഉപ്പിടാം. എന്നിട്ട് ഇതൊരു സ്വല്പം ഇങ്ങോട്ട്, ഇതിപ്പോൾ ഞാനിപ്പോൾ സിമ്മിലേക്കാണ് വെച്ചേക്കുന്നത്. നമ്മൾ പൊടികൾ എപ്പോൾ ചേർത്താലും സിമ്മിലോട്ടേ വെക്കാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെമ്മീനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമേ. ആ വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഇനി ബാക്കി നമ്മളിതെല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കുന്നത്. ഇതിനകത്തുനിന്ന് ആ ഊറി വരുന്ന ആ എണ്ണയും എല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ ചെമ്മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈയോ ആവുമേ. ചെമ്മീൻ ചൂടാകുമ്പോൾ കണ്ടിട്ടില്ലേ വേറൊരു കളറാവും, ഒരു റെഡ് കളറാവും ഇല്ലേ. അതുപോലെ ഞണ്ടും എല്ലാം അത് ചൂടായി വരുമ്പോൾ അതിന് വേറൊരു കളർ വരും. കണ്ടോ, ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നത് കണ്ടോ. ചെമ്മീനകത്തുനിന്ന് വരുന്ന വെള്ളം, അല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നമുക്കിത് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കും. ഇത്രയും വെള്ളം ഇറങ്ങി കണ്ടോ. ചെമ്മീനും ചിക്കനും എന്ത് വെച്ചാലും ഇപ്പം അതുപോലെ വെള്ളം ഇറങ്ങി വരും. നമ്മൾ ഒരുപാട് വെള്ളം വേറെ അഡീഷണൽ ഒഴിക്കേണ്ടി വരത്തില്ല. കണ്ടോ അതിൻ്റെ ആ ഒരു കളർ മാറി കണ്ടോ ചെമ്മീൻ്റെ. ഇനി ഫ്ലെയിം ഞാനൊരു സ്വല്പം ഒന്ന് കൂട്ടി കൊടുക്കുവാണേ. ഈ വെള്ളം ഒന്ന് വറ്റി വരെ. എന്നിട്ട് ഈ ചെമ്മീൻ ഒരു സ്വല്പം നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ടൊമാറ്റോ അരിഞ്ഞതും കൂടെ നമുക്ക് ആ സൈഡിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ കിടന്നങ്ങ് കുക്കായിക്കോളും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്കെല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കാവേ. അപ്പോഴത്തേന് ആ ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും ഒന്ന് ഈ ചെമ്മീനകത്തു നിന്നുള്ള വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് കൊണ്ടുവരണേ. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും സിമ്മിലായിരിക്കണം വെക്കേണ്ടത്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന്
കരിഞ്ഞു പോകും. അത് മൂത്ത് വരികയില്ല, കരിഞ്ഞു പോകും. ആ കറിയുടെ എല്ലാ ടേസ്റ്റും പോവും അതിൻ്റെ പൊടി കരിഞ്ഞു പോയാലേ. ഇനി ഇത് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാവേ. നമ്മൾ ഈ ചെമ്മീൻ ഇവിടെ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇതുവരെ. ആ ചെമ്മീനകത്തുനിന്ന് ഇറങ്ങിയ ആ വെള്ളം കൊണ്ടാണ് നമ്മളിത് കുക്ക് ചെയ്തത് കേട്ടോ. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലേ. അപ്പം അതുകൊണ്ട് ആ വെള്ളമൊക്കെ അങ്ങ് വറ്റിയിട്ടുണ്ട്. 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ആ വെള്ളം അങ്ങ് വറ്റി അത്യാവശ്യം ചെമ്മീൻ അങ്ങ് കുക്കായി. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, ഇത് കുറച്ച് ഇങ്ങോട്ട് മാറ്റണം. ഇപ്പം തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ആ തേങ്ങാപ്പാലിലേക്ക് നമ്മളൊരു സ്വല്പം കൂടെ വെളിച്ചെണ്ണ, ഒരുപാട് വേണ്ട, സ്വല്പം വെളിച്ചെണ്ണ, എന്നിട്ട് ആ തേങ്ങാപ്പാൽ വറ്റി വരണം നമുക്കിനി. അതിനകത്തേക്ക് ഒരു സ്വല്പം കൂടെ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ തേങ്ങാപ്പാലിൽ തന്നെ അത് കിടന്നൊന്ന് മിക്സ് ആവുക. വെളിച്ചെണ്ണയും ഗരം മസാലയും പെപ്പർ പൗഡറും എല്ലാം കൂടെ നന്നായിട്ട് ആ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി അതൊന്ന് വെന്ത് വരും. ഇനി ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണേ. അപ്പം ആ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആ പെപ്പർ പൗഡറിൻ്റെ എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് ഒരു മണം വരുന്നുണ്ട് കേട്ടോ. എന്നാ അടിപൊളിയായിരിക്കും എന്നറിയോ. ടേസ്റ്റും അതുപോലെ ആയിരിക്കും കേട്ടോ. ഇതൊരു സ്വല്പം ഒന്ന് വറ്റി കഴിയുമ്പോൾ വേണം നമുക്കത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാനേ. എപ്പോഴും ആ ഒരു വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടെ ആ ഒരു മണം അങ്ങോട്ട് വരുമ്പോഴേ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്ന ഒരു ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നല്ല കുറുകിയ ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു സ്വല്പം കൂടെ ഒന്ന് ചാറ് വറ്റണം. പെരളൻ ടൈപ്പല്ലേ നമ്മളുണ്ട് വെക്കുന്നത്. ഈ സമയം ഉപ്പുമൊക്കെ നോക്കി വേണം കേട്ടോ. എന്നാ നല്ല മണമാണെന്നറിയോ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോര് കാച്ചിയതിൻ്റെ കൂടെ ഈ ഒരു സാധനം മാത്രം മതി. വേറെ ഒരു കറിയില്ലല്ലേ നമുക്ക് ഊണ് കഴിക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. അന്നേരം ഞാനൊന്ന് സിമ്മിലേക്ക് ആക്കുവാണേ. നമ്മുടെ ചെമ്മീൻ ഇവിടെ വെച്ചിട്ടിപ്പം ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഇതങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു അടിപൊളി മണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയാൽ മതിയേ. കൊച്ചുള്ളി ചെമ്മീൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറെ ബൗളിലോട്ടൊന്നും മാറ്റാൻ പോയില്ല. ഈ പാനിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനും, നല്ല രസമല്ലേ കാണാൻ. അപ്പം നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല പരിപ്പ് കറിയുടെ കൂടെയും പുളിശ്ശേരി, മോര് കറി, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ തന്നെ അടിപൊളി കോമ്പിനേഷനാണ് ഇത്. ഇതിൻ്റെ കൂടെ തോരനോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഴുക്കുവരട്ടികളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ. ഒന്നുമില്ലേലും ഒരു മോരുകറിയും ചെമ്മീൻ പെരട്ടും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സുഖമായിട്ട് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. കമൻറ്റ് ബോക്സിൽ ഇടണം. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.